നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ ഒരുപാട് മനപ്രയാസങ്ങളും കഷ്ടതകളും അനുഭവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ എന്നെ കാണാൻ വരാറുണ്ട്. അവരൊക്കെ എന്നോട് പറയും, വളരെ വിഷമിച്ച് പറയും, തിരുമേനി, ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തിട്ടും ഒരു ഉയർച്ച കിട്ടുന്നില്ല. വീട്ടിലെല്ലാവർക്കും എന്നും ദുരിതങ്ങളും ദുഃഖങ്ങളുമാണ്. മൊത്തത്തിൽ വീടിൻ്റെ ഒരു ഗതി തന്നെ മാറിക്കിടക്കുന്ന അവസ്ഥയാണ്. ജീവിതത്തിൽ ഒരു എഴുമ്പേറ്റമില്ല, ഒരു ഉയർച്ചയില്ല. എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ പറയുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. ദാ ഈ അമ്പലത്തിൽ പോയി നിങ്ങളൊരു കുടുംബ പൂജ നടത്തിക്കേ. ഒരുപാട് തവണയൊന്നും വേണ്ട, ഒറ്റ തവണ നടത്തിയാൽ മതി. ഒരുപാട് പൈസ ആവത്തില്ല, തുച്ഛമായ പൈസയേ ആവുള്ളൂ. ഒരു കുടുംബ പൂജ ഈ അമ്പലത്തിൽ പോയി കുടുംബമായിട്ട് നടത്തി ഒന്ന് തൊഴുതേ, നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും തീരുമെന്നാണ് പറയുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞ് പിന്നീട് അവർ വരികയോ കാണുകയോ ചെയ്യുന്ന സമയത്ത് അവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, തിരുമേനി, അന്ന് ചെയ്തതൊരു ഒറ്റമൂലി പ്രയോഗമായിപ്പോയി കേട്ടോ. കുടുംബ പൂജ അമ്പലത്തിൽ പോയി ചെയ്ത് തൊഴുത് പ്രാർത്ഥിച്ചു വന്നനൊക്കെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഒട്ടുമുക്കാലും ഒഴിഞ്ഞു. ജീവിതത്തിൽ ഉയർച്ചയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും അതിൻ്റെ വഴിക്ക് വരാൻ തുടങ്ങി. ഞങ്ങൾക്കങ്ങ് ഭയങ്കര വിശ്വാസമായി എന്ന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു വഴിപാട് ഒരു അമ്പലത്തിൽ ചെയ്യുന്നതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇതൊരു ഈശ്വര നിശ്ചയമായിട്ട് കാണണം കേട്ടോ. ഞാനിന്ന് ഇവിടെ പറയാനും ഇത് കേൾക്കാനും ഇടയായത് ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സ് നീറുന്നതിന്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന്, നിങ്ങൾ ഈശ്വരനെ വിളിക്കുന്നതിന് ഈശ്വരനായിട്ടൊരു വഴി കാണിച്ചു തന്നതാണ്. ഭഗവാനാണ്, ഭഗവതിയാണ് നിങ്ങളെക്കൊണ്ട് ഇത് കാണിപ്പിച്ചത്, എന്നെക്കൊണ്ടിത് അരുൾ ചെയ്യിച്ചത്, ഇത് പറയാൻ നിമിത്തമായത് ഭഗവാനും ഭഗവതിയായിട്ട് കാണിച്ചു തന്നതാ നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ അവസാനിക്കാനായിട്ട്. അപ്പം എൻ്റെ എല്ലാ പ്രേക്ഷകരും, ഇത് കാണുന്നവർ, ഞാൻ നിങ്ങൾക്ക് വഴിപാടും ചെയ്യേണ്ട ക്ഷേത്രവും പറഞ്ഞു തരാം. അവിടെ പോയി ഈ കുടുംബ പൂജ നടത്തി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അപ്പം ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ കാര്യത്തിലേക്ക് വരാം. ആദ്യം തന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, ഞാനിവിടെ 5 ക്ഷേത്രങ്ങൾ പറഞ്ഞു തരാം. ഈ 5 ക്ഷേത്രങ്ങളിൽ ഏത് അമ്പലത്തിലാണ് നിങ്ങൾക്ക് സൗകര്യമായിട്ട് പോകാൻ പറ്റുന്നത്, നിങ്ങളുടെ വീട്ടിനടുത്തായിട്ട് വരുന്ന, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എല്ലാവരും ചേർന്ന് പോകാൻ സൗകര്യമായിട്ടുള്ളത്, ഈ 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒരമ്പലത്തിൽ പോയി കുടുംബ പൂജ ചെയ്താൽ മതി എന്നുള്ളതാണ്. ഞാൻ ഈ പറയുന്ന രീതിയിൽ വീട്ടിലെ എല്ലാ അംഗങ്ങളും ഒന്നിച്ച് പോയി ചെയ്യണം എന്ന് മാത്രം. 5 അമ്പലം പറഞ്ഞു തരാം. ഈ 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒരിടത്ത്, നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരിടത്ത് നിങ്ങൾക്ക് സമയമുള്ളപ്പം പോയി ചെയ്താൽ മതി എന്നുള്ളതാണ്. ഇപ്പം വീട്ടിലുള്ള കുറച്ച് അംഗങ്ങളൊക്കെ വിദേശത്താണ്, അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ, മക്കൾ വിദേശത്താണ്. വിഷമിക്കേണ്ട കാര്യമില്ല, മക്കൾ വരണമെന്നില്ല. നിങ്ങൾ 2 പേരുള്ളവരായിട്ട് പോയാൽ മതി. ചിലപ്പോൾ ഒരു വീടാകുമ്പോൾ എല്ലാവരും ഒന്നിച്ച് നിൽക്കണമെന്നില്ല. ചിലർ വിദേശത്ത് ജോലിയായിട്ട് അല്ലെ അന്യനാട്ടിൽ ജോലിയൊക്കെ ആയിട്ട് പോയിട്ടുള്ളവരുണ്ടാവും. അവരെ വിട്ടേക്കും, അവർ വരണമെന്നില്ല. വീട്ടിൽ ആരൊക്കെ അന്നേരം ഉണ്ടോ, താമസിക്കുന്നുണ്ടോ, അവരെല്ലാവരും കൂടെ ചേർന്ന് ഒന്നിച്ചു പോയി ഈ കുടുംബ പൂജ നടത്തണം. പേരും നാളും അവിടെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് എല്ലാവരുടെയും പേരും നാളും പറഞ്ഞു കൊടുക്കണം എന്ന് മാത്രം. രസീത് എഴുതിക്കുമ്പം എല്ലാവരുടെയും പേരും നാളും പറഞ്ഞു കൊടുത്ത് രസീത് എഴുതിക്കണമെന്ന് മാത്രം. അപ്പം ഇത് ചെയ്യാനായിട്ട് ഇന്ന ദിവസം പോകണം, ഇന്ന സമയത്ത് പോകണം, അങ്ങനെയൊന്നുമില്ല. പിന്നെ 1-ാം തീയതിയൊക്കെ വിശേഷിച്ച് നിങ്ങൾക്ക് പ്രത്യേകിച്ചായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാം. വിശേഷാൽ ദിവസങ്ങൾ, 1-ാം തീയതി ദിവസങ്ങൾ, പൗർണമി ദിവസങ്ങൾ, ഈ ദിവസങ്ങളൊക്കെ നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോകാം. കൂടുതൽ നല്ലത് എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇന്ന ദിവസം പോകണോ അല്ലെ ഇന്ന സമയത്ത് പോകണോ എന്നുള്ള നിർബന്ധമില്ല. രാവിലെ പോകുന്നത് ഉത്തമം. ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക്, ഞായറാഴ്ചയോ അവധി ദിവസമോ എപ്പോഴാണോ സൗകര്യമുള്ളത് സൗകര്യാർത്ഥം പോയി ചെയ്യിച്ചാൽ മതി. 5 ക്ഷേത്രങ്ങളുടെ വിവരം ഞാൻ പറഞ്ഞുതരാം. ഈ കുടുംബപൂജ നടത്തേണ്ട 5 ക്ഷേത്രങ്ങൾ, ഇതിൽ ഏതെങ്കിലും ഒരിടത്ത് പോയി ചെയ്യുക. 1-ാമത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് ചെട്ടികുളങ്ങര ദേവി ക്ഷേത്രമാണ്. നിങ്ങളുടെ വീട്ടിനടുത്താണ് ചെട്ടികുളങ്ങര എന്നുണ്ടെങ്കിൽ, പോകാൻ സൗകര്യമാണ് എന്നുണ്ടെങ്കിൽ ചെട്ടികുളങ്ങര ഏറ്റവും നല്ല ഓപ്ഷനാണ്. ചെട്ടികുളങ്ങര അമ്പലത്തിൽ പോവുക എപ്പോഴാണെന്ന് വെച്ചാൽ ഒറ്റ തവണ ചെയ്താൽ മതി കേട്ടോ. മാസാമാസം നടത്തുമോ അല്ലെ എല്ലാ ആഴ്ചയും നടത്തുമോ ഒന്നുമില്ല. പറ്റിയാൽ ഒരു വർഷത്തിലൊരിക്കൽ നടത്താം, അത് ഏറ്റവും നല്ലത്. നിങ്ങൾ ചെട്ടികുളങ്ങര അമ്പലത്തിൽ പോവുക. അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ രസീതാക്കേണ്ടത് കുടുംബാർച്ചന എന്ന് പറഞ്ഞ രസീതുണ്ട്. കുടുംബാർച്ചന നിങ്ങൾക്ക് ഗൃഹനാഥയുടെ ഒക്കെ പേര് പറഞ്ഞു കൊടുത്ത്, കുടുംബാംഗങ്ങളുടെ ഒക്കെ പേര് പറഞ്ഞു കൊടുത്ത് കുടുംബാർച്ചനയ്ക്ക് രസീതാക്കുക. 65 രൂപയാണ് കുടുംബാർച്ചനയുടെ വിലയെന്ന് പറയുന്നത്. അപ്പം ഈ കുടുംബാർച്ചനയ്ക്ക് രസീത് എഴുതിക്കുക. പോകുന്ന സമയത്ത് അവിടുത്തെ ഭഗവതിക്ക് ചാർത്താനായിട്ട് ഒരു രക്തഹാരവും വാങ്ങിച്ചുകൊണ്ട് പോവുക. ഒരു രക്തഹാരം എന്ന് പറഞ്ഞാൽ
ചുവന്ന പൂക്കൾ കൊണ്ട് കെട്ടിയ മാല, അതിൽ തന്നെ തെച്ചിപ്പൂ കൊണ്ട് കെട്ടിയ മാലയ്ക്കാണ് ഏറ്റവും കേമഫലം എന്ന് പറയുന്നത്. അപ്പം രക്തഹാരവും വാങ്ങിച്ച് അതോടൊപ്പം കുടുംബാർച്ചനയ്ക്ക് അമ്പലത്തിൽ ചെന്ന് 65 രൂപ അടച്ച് അതിന് രസീതാക്കി ആ രസീത് തിരുമേനിയുടെ കൈ കൊടുത്ത് ഈ ഹാരവും രക്തഹാരവും കൊടുത്ത് അവിടെ പൂജ കഴിപ്പിച്ച് അതിൻ്റെ പ്രസാദം സ്വീകരിക്കുക. വീട്ടിൽ നിന്ന് എല്ലാവരും പോകുന്ന സമയത്ത് തലേന്ന് ഒരു ദിവസം വ്രതം നിൽക്കണം കേട്ടോ. ഒരു രാത്രി വ്രതം നിന്ന് വേണം പോകാനായിട്ട്. തലേ ദിവസം രാത്രി വ്രതം നിന്ന്, അതായത് മത്സ്യമാംസാദികൾ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ലഘുവായിട്ട് ഭക്ഷണം കഴിച്ച് ഉള്ളിയൊക്കെ കലർന്ന ആഹാരമൊക്കെ ഒഴിവാക്കി, ഉള്ളി വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ലഘുവായിട്ട് ഭക്ഷണം കഴിച്ച് പിറ്റേന്ന് രാവിലെ കുളിച്ച് പോയി തൊഴുക എന്നുള്ളതാണ്. അങ്ങനെ ചെട്ടികുളങ്ങര അമ്പലത്തിൽ കുടുംബാർച്ചന എന്ന് പറഞ്ഞ് തന്നെ, കുടുംബ പൂജയെ നല്ല രസീത് എഴുതിക്കേണ്ടത്, കുടുംബാർച്ചന എന്ന് പറഞ്ഞ് രസീത് എഴുതിച്ച് അതിൻ്റെ ഫീസ് അടച്ച് കൃത്യമായിട്ട് ഈ വഴിപാട് നടത്തി അതിന് കിട്ടുന്ന പ്രസാദം ഉണ്ടല്ലോ, ആ പ്രസാദം വീട്ടിൽ കൊണ്ടുവന്ന് ആ പ്രസാദ ഇലയും പൂവും ആ പ്രസാദവും എല്ലാം കൂടെ നമ്മളുടെ വീട്ടിൽ വിളക്ക് വെക്കുന്നതിൻ്റെ ആ ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ പൂജാമുറി ഉള്ളവരാണെങ്കിൽ പൂജാമുറിക്കുള്ളിൽ എവിടെയെങ്കിലും ഒരു ഓരം ചേർത്ത് ഒരു 24 മണിക്കൂർ, ഒരു രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം നേരത്തോട് നേരം ആവുന്നിടം വരെ വെക്കുക. വെച്ചതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന പൂക്കളുണ്ടല്ലോ, പൂക്കളും ഇലകളും ഒക്കെ ഉണ്ടാവുമല്ലോ, ആ പൂക്കളും ഇലകളും നിങ്ങളുടെ വീട്ടിൽ തുളസിത്തറ ഉണ്ടെങ്കിൽ തുളസിത്തറയിലൊന്ന് വെതറിയിടുന്നത് ഏറ്റവും നന്നായിരിക്കും. തുളസി തറയായിട്ടില്ലാത്തവർ തുളസി കല്ല് കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൽക്കെട്ടിനുള്ളിൽ ഇട്ടാലും മതി. തുളസിയുടെ ചുവട് ചേർന്ന് ഇടണമെന്ന് മാത്രം. അപ്പം ഇതാണ് ഒന്നാമത്തെ ക്ഷേത്രവും നിങ്ങൾ ചെയ്യേണ്ട കുടുംബ പൂജയുടെ വിവരവും എന്ന് പറയുന്നത്. ചെട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലാണ്. ചെട്ടികുളങ്ങര പോയി ചെയ്യാവുന്നുണ്ടെങ്കിൽ ഏറ്റവും ഗംഭീരം. രണ്ടാമത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് ഏറ്റവും കെങ്കേമമാണ്. ലോകനാർക്കാവിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ലോകനാർക്കാവ് ക്ഷേത്രത്തിൽ പോയി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ബഹുകേമമാണ്. ഞാൻ ഈ പറയുന്ന കണക്കങ്ങ് ചെയ്താൽ മതി. ലോകനാർക്കാവ് ക്ഷേത്രം എന്ന് പറയുമ്പം അമ്മ ലോകാംബികയായിട്ട് കുടികൊള്ളുന്ന ക്ഷേത്രമാണ്. ഭഗവതി ഭദ്രകാളി ഭാവത്തിലും മഹാലക്ഷ്മി ഭാവത്തിലും മഹാസരസ്വതി ഭാവത്തിലും അനുഗ്രഹം വർഷിക്കുന്ന മഹാംബിക അല്ലെങ്കിൽ ലോകാംബിക എന്ന് പറയുന്ന ഭാവത്തിലിരിക്കുന്ന ഭഗവതിയുള്ള അമ്പലമാണ് ഈ ലോകനാർക്കാവ് ക്ഷേത്രം എന്ന് പറയുന്നത്. കോഴിക്കോട് ആ ഭാഗത്തൊക്കെ ഉള്ളവർക്ക് കുറച്ചും കൂടെ സൗകര്യമായിരിക്കും. മലബാറിലുള്ളവർക്ക് ഏറ്റവും പോകാൻ സൗകര്യമായിട്ടുള്ള ക്ഷേത്രമാണ് ലോകനാർക്കാവ് ക്ഷേത്രം എന്ന് പറയുന്നത്. ലോകനാർക്കാവ് അമ്പലത്തിൽ പോയി നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കുടുംബ പൂജ ചെയ്യാവുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അവിടെ ചെല്ലുമ്പം നിങ്ങൾ രസീത് എഴുതിക്കേണ്ടതെന്ന് പറയുന്നത് ഒരു നേരത്തെ പൂജ എന്ന് പറഞ്ഞ് വേണം എഴുതിക്കാനായിട്ട്. അവിടെ അല്ല നമുക്ക് കുടുംബ പൂജ എന്ന് പറയുന്ന പേരിൽ ചെയ്തു തരത്തില്ല. അതിന് പകരം ഒരു നേരത്തെ പൂജ എന്നുള്ള പേരിലാണ് നടത്തിത്തരുന്നത്. അപ്പം നേരത്തെ കൂട്ടി നിങ്ങൾക്ക് അവിടെ ക്ഷേത്രത്തിൽ വിളിച്ചോ അല്ലെ ഓൺലൈനായോ ഒക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ രസീതാക്കാവുന്നതാണ്. 400 രൂപയോ മറ്റോ ആണ് ഇതിൻ്റെ ദേവസ്വം ഫീസ് എന്ന് പറയുന്നത്. അതടച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ലോകനാർക്കാവ് അമ്പലത്തിൽ നിങ്ങൾക്ക് ഒരു നേരത്തെ പൂജ നിങ്ങളുടെ കുടുംബത്തിൻ്റെ വകയായിട്ട് അങ്ങനെ പൂജ ചെയ്യിക്കുമ്പോൾ നിർബന്ധമായിട്ടും ഗൃഹനാഥയുടെ വീട്ടിലുള്ള മക്കളുടെ കൊച്ചുമക്കളുടെ എല്ലാവരുടെയും പേരും നാളും പറഞ്ഞു കൊടുത്ത് രസീതാക്കിക്കൊണ്ട് വേണം ലോകനാർക്കാവ് അമ്പലത്തിൽ ഈ വഴിപാട് നടത്താൻ എന്ന് പറയുന്നത്. ഏറ്റവും കെങ്കേമമായിരിക്കും എന്നുള്ളതാണ്. അപ്പം ലോകനാർക്കാവ് അമ്പലത്തിൽ അത്തരത്തിൽ വഴിപാട് ചെയ്യുന്നവർ പോകുന്ന സമയത്ത് ഒരു ചുവന്ന മാല കൂടി വാങ്ങിക്കൊണ്ട് പോകണം. ചുവന്ന മാലയിൽ തന്നെ ഏറ്റവും പ്രത്യേകത ഉള്ളതെന്ന് പറയുന്നത് തെച്ചിമാലയാണ്. തെച്ചിപ്പൂ കൊണ്ട് കെട്ടിയ മാലയാണെന്നുണ്ടെങ്കിൽ പൂക്കടയിൽ പറഞ്ഞാൽ അവർ കെട്ടിത്തരും. അതാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലത്. അപ്പം ഇതാണ് രണ്ടാമത്തെ ക്ഷേത്രം. അപ്പം ലോകനാർക്കാവിൽ ചെയ്യുന്നവർ ഒരു നേരത്തെ പൂജ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫീസ് 400 രൂപ അടച്ച് വേണം ഈ വഴിപാട് ചെയ്യിക്കാനെന്ന് പറയുന്നത്. എല്ലാവരുടെയും പേരും നാളും പറഞ്ഞു കൊടുക്കാൻ വിട്ടുപോകരുത്. വ്രതം നിന്ന് തലേന്ന് രാത്രി വ്രതം നിന്ന് വേണം പോയി തൊഴാനായിട്ട്, കുളിച്ച് തൊഴാനെന്ന് പറയുന്നത്. ഇതാണ് രണ്ടാമത്തെ ക്ഷേത്രം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് സാക്ഷാൽ തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രമാണ്. മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തിരുമാന്താംകുന്ന് ക്ഷേത്രം. തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൽ പോയി ചെയ്യിക്കാമെങ്കിലും ഏറ്റവും കേമമായിട്ടുള്ള കാര്യമാണ്. കുടുംബാർച്ചന അല്ലെങ്കിൽ കുടുംബ പുഷ്പാഞ്ജലി എന്നൊക്കെ പറഞ്ഞ പേരിലാണ് അവിടെ നമുക്കിത് പുഷ്പാഞ്ജലിയായിട്ട് കഴിപ്പിക്കാൻ പറ്റുന്നത്. കുടുംബാർച്ചനയ്ക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരും നാളും പറഞ്ഞു കൊടുത്ത് പേരും നാള് വിവരങ്ങൾ കൊടുത്ത് അത് രസീതാക്കി ആ അർച്ചനയും ദേവിക്ക് മാലയും സഹിതം വേണം നിങ്ങൾ അർച്ചനയ്ക്ക് കൊടുക്കാനായിട്ട്. അവിടുത്തെ ഭഗവതിക്ക് ഈ മാല ചാർത്തി നിങ്ങൾക്ക് ഈ കുടുംബാർച്ചന കഴിപ്പിച്ച് അതിൻ്റെ പ്രസാദം തരുന്നതാണ്. അതും ഈ പറഞ്ഞ കണക്കാണ്, 100 രൂപയെ താഴെ ആവുള്ളൂ. അത് നിങ്ങൾക്ക് കൊടുത്ത് നടത്തിച്ച് ആ പ്രസാദം കൊണ്ടുവന്ന് വീട്ടിൽ കയറി വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുക. അപ്പോൾ ആ ഒരു ഭാഗത്തുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൗകര്യാർത്ഥം തിരുമാന്താംകുന്നിൽ അമ്മയെ പോയി കാണാൻ പറ്റുമെങ്കിൽ ഇത്തരത്തിൽ അർച്ചന നടത്തി കുടുംബാർച്ചന നടത്തി തൊഴുതാൽ സകല ദോഷങ്ങളും തീരും. ജീവിതം വെച്ചടി
വെച്ചടി കുതിച്ചുയരും. അനുഭവത്തിൻ്റെയും കൂടെ പശ്ചാത്തലത്തിലാണ് ഈ പറയുന്നത് എന്നുള്ളത്. ഇതാണ് മൂന്നാമത്തെ ക്ഷേത്രം. അടുത്തത് മൂന്നാമത്തേത് എന്ന് പറയുന്നത് ശാർക്കര ദേവി ക്ഷേത്രമാണ്. തിരുവനന്തപുരം ജില്ലയിലുള്ള ക്ഷേത്രമാണ് ശാർക്കര ദേവി ക്ഷേത്രം. ഇനി തെക്കോട്ടുള്ള ആളുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശാർക്കര അമ്പലത്തിൽ പോകാനായിരിക്കും ഏറ്റവും സൗകര്യം. തിരുവനന്തപുരം ജില്ലയിൽ കുടികൊള്ളുന്ന ഭഗവതി ക്ഷേത്രമാണ് ശാർക്കര ദേവി ക്ഷേത്രം എന്ന് പറയുന്നത്. ശാർക്കര അമ്പലത്തിൽ ഏറ്റവും വിശേഷാൽ ഒരു കുടുംബ പൂജ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വേറെ ഒന്നുമല്ല, കുങ്കുമ പുഷ്പാഞ്ജലി, കുങ്കുമാർച്ചന എന്ന് പറഞ്ഞ് ശാർക്കര അമ്പലത്തിൽ പ്രത്യേകം നടത്തുന്ന മൂലമന്ത്ര പൂജയുണ്ട്. കുടുംബാർച്ചനയ്ക്ക് ഏറ്റവും നല്ലതാണ്. നിങ്ങൾ കുടുംബമായിട്ട് പോയി വീട്ടിലുള്ള എല്ലാവരുടെയും പേരും നാളും പറയിച്ച് ഇത് ഒറ്റയായിട്ടാണ് രസീതാക്കുന്നത്. അതായത് കുങ്കുമ പുഷ്പാഞ്ജലി, കുങ്കുമാർച്ചന ശാർക്കര അമ്മയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഓരോ നാളുകാരും അവരുടെ പേരും നാളും പറഞ്ഞു കൊടുത്തു. ഇപ്പം വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേർക്കും വേണ്ടി രസീതാക്കുക. രസീതാക്കി അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും കുങ്കുമാർച്ചന ശാർക്കര അമ്മയ്ക്ക് അമ്മയുടെ മൂലമന്ത്രത്തിൽ ജപിച്ച് നിങ്ങൾക്ക് പ്രസാദം നൽകുന്നതാണ്. കുടുംബമായിട്ട് പോയി ചെയ്യിക്കുക. അങ്ങനെ പോകുന്ന സമയത്ത് ശാർക്കര അമ്മയ്ക്ക് ഏറ്റവും വിശേഷപ്പെട്ട ഏറ്റവും ശക്തിയാർന്ന വഴിപാടുണ്ട്, ചെമ്പരത്തിമാല സമർപ്പണം എന്ന് പറയുന്നത്. അവിടെ തന്നെ ഫ്ലവർ സ്റ്റാളുകളിൽ നിങ്ങൾക്ക് സംസാരിച്ച് അവർ ചെയ്തു തരും. ചുവന്ന ചെമ്പരത്തി പൂക്കൾ കൊണ്ട് കെട്ടിയ ചെമ്പരത്തിമാലയാണ് അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കണക്ക് കുങ്കുമാർച്ചന നടത്തി ഭഗവതിക്ക് ചെമ്പരത്തിപ്പൂമാല കുടുംബമായിട്ട് പോയി, അത് വളരെ പ്രധാനമാണ്. വീട്ടിലെല്ലാവരും ഒന്ന് ചേർന്ന് ഒന്നിച്ച് കുടുംബമായിട്ട് ഒറ്റക്കെട്ടായിട്ട് പോയി ചെയ്യണം എന്നുള്ളതാണ്. അപ്പോഴാണ് അതിന് കുടുംബ ഫലം ഉണ്ടാകുന്നത്, വീടിന് മൊത്തത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് പോയിട്ട് നേരെ തിരിച്ചു വന്ന് കയറേണ്ടത് സ്വന്തം വീട്ടിലായിരിക്കണം. വരുന്ന വഴിക്ക് മറ്റ് സ്ഥലങ്ങളിലോ മറ്റു വീടുകളിലോ അല്ലെ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും പോകരുത്. ക്ഷേത്ര ദർശനത്തിനായിട്ട് മാത്രം പോവുക, ഭഗവതിയെ കണ്ടു തൊഴുക, കുടുംബ പൂജയ്ക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് അവിടുന്ന് പ്രസാദം ലഭിക്കും. അമ്മയ്ക്ക് മാല ചാർത്തുക, പ്രസാദം സ്വീകരിക്കുക, ഐശ്വര്യമായിട്ട് വീട്ടിൽ വന്ന് കയറുക. വിളക്ക് വെറ്റിക്കുന്നതിൻ്റെ അടുത്തായിട്ട് കൊണ്ടുവന്ന് വെക്കുക. ഒരു രാത്രി ഒരു പകലും അത് അവിടെ ഇരിക്കട്ടെ. അതിനുശേഷം പൂക്കൾ വിലയും തുളസിത്തറയിൽ നിക്ഷേപിക്കുക. ഐശ്വര്യമായിട്ട് ഭഗവതിയെ തൊഴുത് ആ ഒരു കുടുംബ സന്ദർശനം, ക്ഷേത്ര ദർശനം പൂർത്തിയാക്കുക. അതോടുകൂടി നിങ്ങളുടെ സകല ദോഷ ദുരിതങ്ങളും തീരുന്നതായിരിക്കും എന്നുള്ളതാണ്. ഏറ്റവും സത്യമുള്ള കാര്യമാണ്. ഞാൻ എപ്പോഴും ഈ 5 ക്ഷേത്രങ്ങൾ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുക്കുകയും പോയവർക്കൊക്കെ അനുഭവം കിട്ടി തിരിച്ചു വന്ന് പറയുകയും ചെയ്തിട്ടുള്ള ഇടമാണ് എന്നുള്ളതാണ്. അപ്പം ഇതാണ് 4ാമത്തെ ക്ഷേത്രം എന്ന് പറയുന്നത്. അടുത്തത് 5ാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതും എന്ന് പറയുന്നത് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രമാണ്. ചോറ്റാനിക്കര നല്ല തിരക്കുണ്ടാവും. എല്ലാവർക്കും ചിലപ്പോൾ പോയി ചെയ്യിക്കാൻ പറ്റണമെന്നില്ല. പറ്റുന്നവർ ചോറ്റാനിക്കര പോയി ഞാൻ ഈ പറയുന്ന വഴിപാട് ചെയ്യണം കേട്ടോ. കുടുംബമായിട്ട് പോയി ചെയ്യണം. കുടുംബമായിട്ടെന്ന് പറയുമ്പം എല്ലാവരുമായിട്ട് പോയി ചെയ്യണം. അല്ലെ വർഷാവർഷം ചോറ്റാനിക്കര തൊഴാൻ പോകുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ വർഷാവർഷം പോയി ചെയ്യിച്ചാലും മതി, ഏറ്റവും നല്ലതാണ്. പോകുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, മൂലമന്ത്ര പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞിട്ട് ചോറ്റാനിക്കര അമ്മയുടെ മൂലമന്ത്രം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പ്രത്യേക അതിശക്തിയാർന്ന പുഷ്പാഞ്ജലിയാണ് മൂലമന്ത്ര പുഷ്പാഞ്ജലി എന്ന് പറയുന്നത്. നിങ്ങളുടെ പേരും നാളും പറഞ്ഞു കൊടുത്ത് മൂലമന്ത്ര പുഷ്പാഞ്ജലിക്ക് രസീതാക്കുക. അപ്പം നിങ്ങൾക്ക് വീട്ടിലെ ഗൃഹനാഥൻ്റെയോ ഗൃഹനാഥയുടെയോ പേര് പറഞ്ഞു കൊടുത്ത് എഴുതിക്കാം. അതല്ല നിങ്ങൾ എല്ലാവരുടെയും പേരിൽ എഴുതിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുമാകാം എന്നുള്ളതാണ്. അപ്പം ചോറ്റാനിക്കര അമ്പലത്തിൽ പോയി മൂലമന്ത്ര പുഷ്പാഞ്ജലി രസീതാക്കി ഭഗവതിക്ക് ഒരു ചുവന്ന മാലയും വാങ്ങി സമർപ്പിക്കുക എന്നുള്ളതാണ്. രക്തഹാരം അണിയുന്നത് ഈ കുടുംബ പൂജകളുടെ എല്ലാം ഒരു പൂർത്തീകരണത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നല്ല ഒരു ചുവപ്പ് മാലയും ചാർത്തണം എന്ന് പറയുന്നത്. ചോറ്റാനിക്കര പോകുന്ന സമയത്ത് ഒരു പിടി നാണയക്കിഴി കൊണ്ടുപോകുന്നത് ഏറ്റവും നന്നായിരിക്കും. 1 2 കൊണ്ടുപോകാം. മേലേക്കാവിലും കീഴ്ക്കാവിലും രണ്ടിടത്തും നിങ്ങൾക്ക് ഓരോ പിടി വെച്ച് നാണയങ്ങൾ സമർപ്പിക്കുന്നതും ഏറ്റവും ഉത്തമമാണ് എന്നുള്ളതാണ്. അപ്പം ചോറ്റാനിക്കരയാണ് ഇത് നടത്താനായിട്ട് 5ാമത്തെ ക്ഷേത്രം. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് മൂലമന്ത്ര പുഷ്പാഞ്ജലി എന്ന പേരിലാണ് കുടുംബ പൂജ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം ഈ ഒരു 5 ക്ഷേത്രങ്ങൾ, ഈ 5 ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് സൗകര്യവും സമയമായിട്ട് പോകാൻ പറ്റുന്ന എവിടെയാണോ, നിങ്ങളുടെ മുന്നിൽ അവസരങ്ങളുണ്ട്, ഓപ്ഷനുകളുണ്ട്, എവിടെയാണ് നിങ്ങൾക്ക് സൗകര്യമായിട്ട് പോകാൻ പറ്റുന്നത്, ഇന്ന ദിവസം എന്നുള്ള നിബന്ധനയില്ല. എപ്പോഴാണ് നിങ്ങൾക്ക് സമാധാനമായിട്ട് പോകാൻ പറ്റുന്നത് ആ അമ്പലത്തിൽ പോയി ഈ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക. സകല ദുഃഖ ദുരിതങ്ങളും തീരും. ഭഗവതി പ്രാർത്ഥന കേൾക്കും. സർവം മംഗളമായി കിട്ടുകയും ചെയ്യും. ജീവിതത്തിൽ ഒരുപാട് മനപ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ജീവിതത്തിൽ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ജീവിതത്തിൽ ഒരു എഴുമ്പേറ്റം കിട്ടാതെ കിടന്ന് വലയുന്നവർ ഈ ഒരു കുടുംബ പൂജ ഒറ്റ തവണ ചെയ്തു നോക്കൂ. പിന്നെ നിങ്ങൾ വിടത്തില്ല. വർഷാവർഷം മുടങ്ങാതെ നിങ്ങൾ പോയി ചെയ്യും. കാരണം
അത്രയധികം നിങ്ങൾക്ക് ഫലം കിട്ടും എന്നുള്ളതാണ്. കുറച്ച് നാൾ കഴിഞ്ഞൊന്ന് തിരിഞ്ഞാലോചിക്കുമ്പോൾ ദൈവമേ ശരിയാണല്ലോ, എൻ്റെ ദുഃഖ ദുരിതങ്ങളൊക്കെ ഒരു പരിധി വരെ എല്ലാം തകർന്നെടുത്തുനിന്ന് ഞാൻ ഇത്രയും കരപിടിച്ച് കയറിയില്ല, എനിക്ക് ഇത്രയും ഉയർച്ച ഉണ്ടായല്ലോ എന്നുള്ളത് തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു മുഹൂർത്തം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അതാണ് ഈ അമ്മമാരുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. അപ്പം 5 ഭഗവതി സ്ഥാനങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത്. ഈ 5 അമ്പലങ്ങളിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി കുടുംബ പൂജ ചെയ്യൂ. അതിൻ്റെ ഗുണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എല്ലാത്തിലും ഉപരി നിങ്ങളുടെ കുഞ്ഞുമക്കൾക്കും, നിങ്ങൾക്ക് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കും, നിങ്ങളുടെ മക്കളായിട്ടുള്ളവർ ഇളം തലമുറക്കാർക്കും ഒക്കെ അതിൻ്റെ ഗുണം കിട്ടുന്നതായിരിക്കും എന്നുള്ളതാണ്. അപ്പം ദീർഘിപ്പിക്കുന്നില്ല, പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുന്നു. എന്തെങ്കിലും ചോദ്യങ്ങൾ, സംശയങ്ങൾ, പറഞ്ഞത് വ്യക്തമാകാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ. ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. നന്നായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.